Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ നല്ലൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ മത്തിയോ അയലയോ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. മത്തി നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്ത ശേഷം ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മീൻ കറി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഏറ്റവും നല്ലത് മത്തിയോ അല്ലെങ്കിൽ അയലയോ എടുക്കാണ്. നല്ല നെയ്യുള്ള മത്തിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അതേപോലെ നല്ല ചെറിയ മത്തി വെച്ചിട്ട് ഇതുപോലെ കറി വെക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളകും, ഇനി ഇതുപോലെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി എടുത്താലും മതി, അതല്ലെങ്കിൽ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഇനി കുരുമുളകിൻ്റെ കൂടെ ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ കുരുമുളകും തക്കാളിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട, തക്കാളിയിലെ വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു മൺചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉലുവൊക്കെ ഒന്ന് മൂത്ത് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ മീൻ കറിയിലേക്കൊക്കെ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ചേർത്താലും മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 3-4 പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളൊന്നും മൂത്ത് ഇതിൻ്റെ മണമൊന്ന് മാറി വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളകും തക്കാളിയും കൂടെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. എന്നാലേ കുരുമുളകിൻ്റെ ആ ഒരു കുത്തലും പിന്നെ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. ഇപ്പോൾ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. വാളംപുളിയാണ് ചേർത്തിട്ടുള്ളത്. പുളി നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന മീൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഈ കറിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം വേണം. കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെക്കരുത്, തുറന്ന് വെച്ചിട്ട് വേവിച്ച് ആവശ്യത്തിന് വറ്റിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് മീനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കറിയൊക്കെ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കതുപോലെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് പതുക്കെ മീനൊന്ന് പൊടിഞ്ഞു പോവാതൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യണം. ഞാനിതിപ്പോൾ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2-3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ ചട്ടിയിൽ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് വറ്റി നല്ല പാകമായി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറി നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് വറ്റി വരും. ഇപ്പോൾ ആ കുരുമുളകും ഉപ്പും പുളിയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ച് കറിയൊക്കെ ആവശ്യത്തിന് വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് ഈ ഒരു കറി മാത്രം മതി. ഇരിക്കും തോറും കറിയുടെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി മീൻ കറി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.